അതുകൊണ്ടാ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു OT8 OT7 മിനി സീരീസ് FF ആണ്. ഗലാട്ട കല്യാണം എന്നാണ് ഇതിന് പേര് കൊടുത്തേക്കുന്നത്. OT7 ആണോ എന്ന് ചോദിച്ചാൽ OT7 ആണെന്നും OT8 ആണോ എന്ന് ചോദിച്ചാൽ OT8 ആണെന്നും പറയാൻ പറ്റുന്ന ഒരു FF ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് OT7 എന്നും പറയാം, OT8 എന്നും പറയാം, രണ്ടിലും കുഴപ്പമില്ല. ഒരു മിനി സീരീസ് ആയതുകൊണ്ട് തന്നെ ക്യാരക്ടർ നെയിമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. നമ്മുടെ ഐഡൽസിൻ്റെ യഥാർത്ഥ നെയിം തന്നെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ മിനി സീരീസ് തീരുമ്പോഴായിരിക്കും നമ്മൾ പേരെല്ലാം പഠിച്ചു വെക്കുക. ലാസ്റ്റ് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ FF ഫുൾ ഫൺ പാക്ഡ് ആയിട്ടുള്ള FF ആയിരിക്കും. നിങ്ങൾ ചിരിക്കാൻ തയ്യാറായിരുന്നോ? ആദ്യത്തെ 2-3 എപ്പിസോഡ് ഞാൻ ഒരു ഗ്യാരണ്ടിയും പറയുന്നില്ല, പക്ഷേ ബാക്കിയുള്ള എപ്പിസോഡ് നിങ്ങളെ ചിരിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. വൺ ലൈൻ ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു വലിയ മാൻഷനാണ്. ആ മാൻഷനിൽ ഒരു റൂമിൽ നിന്നും, അയ്യോ എൻ്റെ പൊന്നമ്മ, ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് ഈ കല്യാണമൊന്നും വേണ്ട, ഞാൻ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. സാറാ, നീ കളിക്കരുത്, 3 ദിവസം കഴിഞ്ഞാൽ നിന്റെ കല്യാണമാണ്. ഞങ്ങൾ പറഞ്ഞ ചെറുക്കനെയും കിട്ടി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു വേണം. ഇല്ലമ്മ, അവനെ ചതിക്കാൻ പറ്റില്ല. എനിക്ക് അവനെ അല്ലാതെ അവൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. മോളെ, അവന് നല്ലൊരു ജോലി കൂടിയില്ല. നീ എങ്ങനെ കഴിയും അവൻ്റെ കൂടെ? അപ്പനും അമ്മയെ കെട്ടുന്ന സമയത്ത് ഇത്രയും സ്വത്തില്ലായിരുന്നല്ലോ, എല്ലാം പിന്നീട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അതേടാ, പക്ഷേ മോള് ഞങ്ങൾ പറയുന്ന കേക്ക്, ഇത്രയൊക്കെ ആയില്ലേ? നിങ്ങൾ മിണ്ടാണ്ടിരിക്കും മനുഷ്യ, നിങ്ങളാണ് ഈ പെണ്ണിനെ ഇത്ര വഷളാക്കി ഇട്ടേക്കുന്നത്. സാറാ, ഞങ്ങൾ പറഞ്ഞതാണ് ഫൈനൽ ഡിസിഷൻ. നീ കെട്ടാൻ പോകുന്നത് മിനോനെയാണ്, മനസ്സിലായല്ലോ? നിങ്ങളോട് 2 ആളോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ മുത്തശ്ശനോട് പോയി പറഞ്ഞോളാം. അപ്പോൾ സാറയുടെ അമ്മയുടെ കയ്യിൽ ഒരു പോയിസൺ ബോട്ടിലുണ്ട്. നീ ഇത് കണ്ടോ? നീ ഈ റൂമിന് പുറത്തിറങ്ങിയ ഞങ്ങളുടെ ശവമായിരിക്കും നീ കാണുക. എന്നിട്ട് അവളുടെ ഫോണും പിടിച്ചു വാങ്ങിച്ച് റൂമിൽ അവളെ ആക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. കുറച്ച് കഴിഞ്ഞ് സാറയും റൂമിന് പുറത്തിറങ്ങുവാണ്. പുറത്തിറങ്ങുമ്പോൾ അവിടെ നമ്മുടെ ആറമ്മ നിൽക്കുന്നുണ്ട്. ആറമ്മ സാറയുടെ മാമന്റെ മോനാണ്, അതായത് കസിൻ ബ്രദർ. ഇവരെല്ലാവരും ഒറ്റ വീട്ടിലാണ് താമസിക്കുന്നത്. അതായത് ഒരു വലിയ മാൻഷൻ, ഒരു വലിയൊരു കുടുംബമാണ് അവരുടെ. മുത്തശ്ശനും അമ്മയും മക്കളും ചെറുമക്കളും ചെറുമക്കളുടെ മക്കളും അങ്ങനെ പറഞ്ഞൊരു വലിയൊരു കുടുംബം, കൂട്ടുകുടുംബം പോലെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ സാറയും ഓടി വന്നിട്ട്, ഒപ്പ എന്താണ് കല്യാണപ്പെണ്ണെ? ഒപ്പ, എനിക്ക് ഒപ്പയുടെ ഫോണൊന്ന് തരുമോ? അല്ല, അതെന്ത് പറ്റി? നിന്റെ ഫോൺ അവിടെ പോയി? അത് ഒപ്പ എൻ്റെ ഫോണൊന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തേക്കാം. ഓ മിന്നോനെ വിളിക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലേ? അപ്പൊ സാറയുടെ മൈൻഡ് വോയിസ്, ചേട്ടനായിപ്പോയി, ഇല്ലായിരുന്നെങ്കിൽ ചുമ്മാതിരിക്കൊപ്പാ. ഇതാ ഫോണ്, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാനൊരു കട്ടുറും പാവുന്നില്ലേ. എന്നിട്ട് ആറമ്മ അവിടെ നിന്ന് പോവാണ്. അപ്പൊ ആറമ്മ പോയോന്നൊക്കെ നോക്കിയ ശേഷം വേറെ ആരും ഇല്ലാന്ന് ഉറപ്പാക്കിയിട്ട് സാറ ഒരാളെ വിളിക്കാണ്. അവിടുന്ന് കട്ടിയത് ഇപ്പോൾ കാണിക്കുന്നത് ഒരു വലിയ മലയുടെ മുകളിലാണ്. അവിടെ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ജിമിൻഷിയും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സുഗയുമാണ്. അപ്പോൾ ജിമിൻഷി, എടാ ഞാൻ ഇപ്പോൾ ചാവും, എനിക്ക് അവളില്ലാണ്ട് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റൂല. നീ ചാവാൻ പോണ അതേ പഴംപുരാണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോണ? ഒരു നൻപനായിട്ട് നീ ഇങ്ങനെയാണോ പറയണേ? കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് നീ ഇത് തന്നെ പറയണേ, എന്നിട്ടൊന്നും നടക്കണം ഞാൻ കണ്ടില്ല. എന്നെ ചതിച്ചവർക്ക് വേണ്ടി ഞാൻ എന്തിനാ മരിക്കണേ? എനിക്കറിയാനൊന്നും പാടില്ല. ആദ്യം നീ ഒരു തീരുമാനത്തിലെത്ത്. അപ്പോൾ താഴെ നിന്ന ഒരു പയ്യൻ, എന്താട്ടാ അവിടെ പ്രശ്നം? ഒന്നുമില്ലടാ, ഒരു ചെറിയ ആത്മഹത്യ ശ്രമം. അയ്യോ, ഞാൻ മരണ ഏട്ടാ. എന്തിന്? അല്ല, എന്താട്ടാ നിങ്ങളിങ്ങനെ കൂളായി നിൽക്കണേ? ചുമ്മാ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂടാ, ഒന്നും നടക്കാൻ പോണില്ല, നീ പൊക്കോ. ശരി ഏട്ടാ. ആ പയ്യനോട് സംസാരിച്ചിട്ട് സുഗ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജിമിൻഷിയെ കാണാനില്ല. അപ്പോൾ സുഗ, ഡേ ചെറുക്കാ, നീ വല്ല മണ്ടത്തരവും കാണിച്ചാ? ഞാനിപ്പം മരിക്കോടാ. അല്ല, നീ ഇതെവിടെ? എന്നിട്ട് തൊട്ടടുത്ത മരത്തിൽ നോക്കുമ്പോൾ അവിടെ ജിമിൻഷി കയറി ഇരിക്കുവാണ്. നീ എങ്ങനെയാടാ കുറങ്ങ മരത്തിൽ കയറിയേ? ആ കയറത്ത് എവിടെ നിന്ന് കിട്ടി? വെൽ പ്രിപ്പയർഡ് ആയിരുന്നല്ലേ. നീ ചാട്, കഴുത്തിൽ ആ കുരുക്ക് നല്ലോണം ഇട്ടിട്ട് വേണം ചാടാൻ, കേട്ടല്ലോ? ഞാൻ ലൈവായിട്ടൊരു മരണം കാണട്ടെ. എന്നിട്ട് സുഖം അവിടെ ഒരു കല്ലിലിരുന്ന് പോക്കറ്റിലിരുന്ന ഒരു ഫുഡ് പാക്കറ്റ് എടുക്കുവാണ്. അപ്പോൾ ജിമിൻഷി, അതെന്റെ ചില്ലി ചിക്കൻ അല്ലേ? അതെയല്ലോ, നീ എന്തായാലും ചാവാൻ പോവല്ലേ, അപ്പം നിന്റെ ഫുഡ് ഞാനായിട്ട് വേസ്റ്റ് ആക്കുന്നത് മഹാപാപമല്ലേ? മര്യാദയ്ക്ക് അത് തിന്നിട്ട് ചാവാൻ വന്നാൽ മതിയായിരുന്നു. പുല്ല്. എടാ, ഒരല്പം അതിൽ വെച്ചേക്കടാ. എന്തിന്? നീ ചാവാൻ പോവല്ലേ? ചാവാൻ പോണ നിനക്കെന്തിന് ഞാൻ ബാക്കി വെച്ചേക്കണം? ഞാൻ പ്രേതമായിട്ട് വന്ന് തിന്നോളാം. ഹമ്പടെ പുളിസോ, നീ ഫുഡിൽ കൈ വെക്കൂല, ഞാൻ നിന്നെ ആണി അടിക്കും. നല്ല എരിവുണ്ടടാ, പക്ഷെ സൂപ്പർ സാധനം. പിന്നെടാ, ആ ഫ്രിഡ്ജിലിരിക്കുന്നതിൻ്റെ ആ കേക്കില്ലേ, അതും എനിക്ക്. അപ്പോഴേക്കും ജിമിൻഷിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. ബട്ട് ഫോൺ ഇരിക്കുന്നത് സുഗയുടെ കയ്യിലാണ്. സുഗയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. ഫോൺ അടിക്കുന്നടാ. പിന്നീട് അറ്റൻഡ് ചെയ്യാം.
ഇപ്പോൾ വയ്യ, ഞാനിപ്പോൾ ഭയങ്കര ബിസി. നീ ചാടി ചാടി ചാട്. ഡേ, കഴുത്തിൽ കയറിട്ടിട്ട് ചാടിയാ പെട്ടെന്ന് മരിക്കോടാ. ഇല്ല, നീ കുറുക്കിട്ട് ചാടും. അപ്പോൾ കുഴവെള്ളി ഞെരുങ്ങി പൊട്ടി ശ്വാസം വിട്ട് ചാവും. ഉഫ്, ഡാർക്ക്. നീ പേടിക്കണ്ടടാ. നീ ചാടി കൊരവള്ളി പൊട്ടുന്ന ടൈം ഞാൻ ആ കയറങ്ങ് വെട്ടിയിടും. പിന്നെ കുറേ നാളിങ്ങനെ വലിച്ചു വലിച്ചു കിടക്കാം. ഇവൻ ചെയ്താലും ചെയ്യും, പരമനാറി. എന്നാ പിന്നെ ഞാൻ ഈ മലയിന്ന് ചാടിക്കൊള്ളാം. അപ്പോൾ തല പൊട്ടി കൈയും കാലും വേർപെട്ട് നിന്റെ തലച്ചോറ് കാക്കയും കഴുകനും ഒക്കെ കൊത്തിയെടുത്ത് എന്താടാ മൂടി കളയല്ലടാ. ഓ സോറി, യു കണ്ടിന്യൂ. അപ്പോഴേക്കും വീണ്ടും ജിമിൻഷിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. ഓ, ഇതാരാ ഈ അസമയത്തൊക്കെ വിളിക്കണേ? മനുഷ്യൻ്റെ മനസ്സമാധാനമായിട്ട് ഒരു മരണം കാണാൻ സമ്മതിക്കൂല. ഹലോ, ഇതാരാണ്? ഹലോ സർ, ഇതാരാണ്? ഇത് ഞാനാണ് സർ. ഇതിൻ്റെ ഓണർ എവിടെ? ഓണർ ഇവിടെ ആത്മഹത്യക്ക് നിൽക്കുവാണ്. അല്പസമയത്തിന് ശേഷം വിളിച്ചാൽ ഇതെൻ്റെ ഫോൺ ആയിക്കോളും. അല്ലേടാ അളിയ? ഓഹോ, അരങ്ങൊഴിയാൻ കാത്തിരിക്കുമായിരുന്നല്ലേ എൻ്റെ സാധനങ്ങളെല്ലാം കൈക്കലാക്കാൻ. ചതിയ. ആത്മഹത്യയോ? സർ പ്ലീസ്, ഇത് ജീവൻ സംബന്ധിച്ചുള്ള കാര്യമാ സർ. ഒന്ന് ഫോൺ കൊടുക്കോ? ഓ, ഐ എം സോ സോറി മാം. ഇത് ജീവൻ്റെ ഫോണല്ല. ജീവൻ ആരാന്ന് പോലും എനിക്കറിയില്ല. ജീവൻ്റെ ഫോൺ നമ്പറും എൻ്റെ കയ്യിലില്ല. അയ്യോ, ഞാൻ സാറയാണ്. എനിക്ക് ജിമിനോടാ ഒന്ന് സംസാരിക്കാനുള്ളത്. ഓ, നീയായിരുന്നാ? നീ കാരണോടി എൻ്റെ പാവൻ ജിമിൻ ആത്മഹത്യ നിൽക്കുന്നത്. അവൻ്റെ കുഞ്ഞു മനസ്സ് നൊന്തു. ഒരു പണക്കാരനെ കണ്ടപ്പോൾ നീ അവനെ മറന്നല്ലേടി? എൻ്റെ കയ്യിൽ ഫോൺ ഇടുന്നത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ അവനിപ്പോൾ ചങ്ക് പൊട്ടി ചത്തേനെ. നിനക്കിനിയും മതിയായിട്ടില്ലല്ലേടി? ഞാൻ അവനെ കുറേ പിന്തിരിപ്പിക്കാൻ നോക്കിയതാ, പക്ഷെ ഒന്നും നടന്നില്ല. നീ നിന്റെ കല്യാണം പോലും ഞങ്ങളെ വിളിച്ചില്ല. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അതൊക്കെ പോട്ടെ. കെട്ടിൻ്റെ അവിടെ എന്താ കഴിക്കാൻ? അത് ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ചില്ലി ചിക്കൻ, സൂപ്പ് ഐറ്റംസ്, കേക്ക്, പായസം, ജാപ്ചെ, ഫ്രൂട്ട് സാലഡ്, വൈന്, നൂഡിൽസ്. ഇവക്ക് പണ്ട് ഹോട്ടലിലായിരുന്നു പണി. എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് പറയേ. എന്തിനാ ഏട്ടാ? നിനക്ക് ജിമിനോട് സംസാരിക്കണോ വേണ്ടയോ? വേണം. അപ്പോൾ പറയ്. അങ്ങനെ സാറേയും ആദ്യം മുതൽ ഒന്നേന്ന് ലിസ്റ്റ് പറയാൻ തുടങ്ങുവാണ്. അപ്പോൾ സുഖി ഒരു പേന എടുത്ത് കയ്യിൽ എഴുതാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ജിമിൻഷിയും സഹിയായിട്ട് താഴെ ഇറങ്ങി വരുവാണ്. ആരാടാ ഫോണിൽ? ഞങ്ങളിവിടെ ഭയങ്കര വലിയ ബിസിനസ് മീറ്റിങ്ങിലാണ്, പിന്നീട് വാ. അപ്പോൾ ജിമിൻഷിയും ഫോൺ പെട്ടെന്ന് സുഖയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. ഫോൺ കയ്യിലില്ല എന്നുള്ള കാര്യം പോലും അറിയാണ്ട് അങ്ങനെ ഇരിക്കുവാണ് സുഖ. ഹലോ, ആരാ നീ? ജിമിൻ, ഞാനാടാ സാറാ. നീ എന്തിനാ എന്നെ വിളിക്കണേ? ഹോ, കല്യാണം വിളിച്ചെന്നെ കുറച്ചുകൂടെ സങ്കടപ്പെടുത്താനാണോ? ഞാൻ നിന്നെ അല്ലാതെ വേറൊരാളെ കെട്ടിപ്പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? പണം കണ്ടാണോടാ ഞാൻ നിന്നെ സ്നേഹിച്ചത്? നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ. നീ എന്നെ വിളിച്ചോണ്ട് പോകാൻ വന്നില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ചത്തുകളയും. ഇവളിതെന്ത് തെങ്ങായി പറയണേ? ഓ, മനസ്സിലായിടി. എനിക്ക് പണമൊന്നും ഇല്ലാത്തോണ്ട് നീ എന്നെ വേണ്ടാന്ന് വെച്ചല്ലേ? നീ അവനുമായിട്ട് സുഖമായി ജീവിച്ചോ. ഞാൻ നിങ്ങളുടെ ഇടയിൽ വരാനേ പോകുന്നില്ല. പോരെ? പന്നപ്പട്ടി, വല്ല റേഞ്ചുള്ള അടുത്തും പോയിന്നില്ലടാ. ഓ ശരി, അത് മാത്രം അവൻ കേട്ട് തെണ്ടി എന്ന് പറഞ്ഞ് ജിമിൻഷി റേഞ്ച് പിടിച്ച് പോയി നിൽക്കുന്നത് മലയുടെ ഏറ്റവും ടോപ്പിലാണ്. മനുഷ്യൻ നല്ലൊരു ഫ്ലോയിൽ പറഞ്ഞു വന്നതായിരുന്നു. ഇനി അതെല്ലാം തിരിച്ചു വരുമെന്നു. ഹലോ പറ. ഡാ തെണ്ടി, നീ അല്ലാതെ എനിക്ക് വേറൊരാളെയും വേണ്ട. അമ്മയും അപ്പനും ഫോണ് പിടിച്ചു വാങ്ങിച്ചു വെച്ചേക്കാം. ഇത് ചേട്ടൻ്റെ ഫോണാണ്. അവൻ അത്ര പ്രശ്നമുള്ള ആളല്ല. മുത്തശ്ശനോട് ഒന്നും പറയാൻ പറ്റിയില്ല. പോയിസൺ ബോട്ടിൽ കാണിച്ച് എന്നെ പേടിപ്പിച്ച് നിർത്തിയേക്കാം അമ്മ. ഒന്നും ഉണ്ടാവാൻ പോലില്ല. വെറുതെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ചേക്കണതാ. അതുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ നീ വന്നില്ലെങ്കിൽ എൻ്റെ മരണത്തിന് കാരണം നീയാണെന്ന് എഴുതി വെച്ചിട്ട് ഞാൻ ചത്തുകളയും. അപ്പോ ശരിക്കും നിന്റെ ഇഷ്ടത്തിലല്ലേ ഈ കല്യാണം അല്ലേ? ആടാ പന്നി. അയ്യോ, എനിക്ക് വയ്യ. എന്നിട്ട് ജിമിൻഷിയും ഫോണിലൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നാളെ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാൻ വരും. നീ ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ആരൊക്കെ എതിർത്താലും നീ ആയിരിക്കും, നീ മാത്രമായിരിക്കും എൻ്റെ ഭാര്യ. ലവ് യു. ലവ് യു. എന്നിട്ട് ഫോണ് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ജിമിൻഷിയുടെ മൈൻഡ് വോയിസ്, ഞാൻ എന്തൊക്കെയാ പാവത്തിനെ പറ്റി വിചാരിച്ചേ? ഇനി ആരൊക്കെ തടഞ്ഞാലും നീ ആയിരിക്കും എൻ്റെ കനവ് കണ്ണി. അയ്യോ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ് അടുത്തുള്ളൊരു ചെറിയ കല്ലിൽ ഇങ്ങനെ നാണം കൊണ്ട് ചവിട്ടാൻ പോവാണ്. എൻ്റെ അമ്മേ, ഇപ്പം ചത്താന്. ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്നാ സംസാരിച്ചത്. കാരണം മലയുടെ മുകളിൽ നിന്നായിരുന്നു ഇത്രയും നേരം ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ജിമിൻഷിക്ക് ആ ഒരു തിരിച്ചറിവ് വന്നത്. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്ത് തിരിച്ചിറങ്ങി താഴേക്ക് വരുവാണ്. അവിടെ ഫുൾ എയർ കാൽക്കുലേറ്റ് ചെയ്ത് യുങ്കിച്ചൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജിമിൻഷി പോയിട്ട്, ഡേ അളിയ, നാളെ അവിടെ റിസപ്ഷൻ, നമ്മൾ നാളെ തന്നെ അവിടെ പോന്നു, കടത്തുന്നു.
ഡേയ് ഞാൻ പറയാൻ വന്ന അതേ കാര്യംടാ. നമുക്ക് ചെന്നിന്റെ കയ്യിൽ നിന്ന് ആ ലോറി വാങ്ങാം. ലോറിയാ? ഞങ്ങളെ രണ്ടുപേരെയും നാട് കടത്താനായിരിക്കും. വേണ്ട 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 വേണ്ട, ഡൗട്ട് അടിച്ചാലോ. നമുക്ക് നിക്കിയുടെ കയ്യിൽ നിന്ന് കാറ് വാങ്ങാം. അതും വേണ്ട അതും വേണ്ട. ആരെയും കണ്ടാലോ? കടത്തിയ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. ആടാ, അത് തന്നെ നല്ലത്. പിന്നെ വീട്ടിൽ വന്നിട്ട് നിനക്ക് മുന്തിരി വേണോ അണ്ടിപ്പരിപ്പ് വേണോന്നും എല്ലാം പറഞ്ഞു വന്നാലാണ് ഇടി വീഴാൻ പോണത്. മുന്തിരി അണ്ടിപ്പരിപ്പാ? ഡേ നീ എന്ത് കടത്തുന്ന കാര്യമാടാ പറഞ്ഞു വന്നത്? അവിടുന്ന് ഫുഡ് കടത്തുന്ന കാര്യം നീയാ? ഡേ ഊളെ, ഞാൻ പറഞ്ഞത് സാറയെ കടത്തുന്ന കാര്യമാടാ. ഓ സോറി, മിസ്അണ്ടർസ്റ്റാൻഡിങ്. നീ സാറയെ കടത്തിക്കോ, ഞാൻ ഫുഡ് കടത്തിക്കോളാം. നീ നാണം ഇല്ലേടാ നിനക്ക്? എന്തിന്? നിന്നെ നിന്റെ പെണ്ണിനെ പിന്നെ ആര് നോക്കുമെന്നാ? നിനക്ക് വല്ല ജോലിയുണ്ടാ? അവിടെ നിന്ന് ഫുഡ് അടിച്ചോണ്ട് വന്ന് നമ്മളൊരു റെസ്റ്റോറൻറ്റ് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അയ്യേ, ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. വെറുതെ തലയാട്ടി നിൽക്കാം. ഇല്ലേ പിന്നെ വരയില്ല. ശരിയാടാ ശരിയാടാ. നമ്മൾ സാറേ എങ്ങനെ കടത്തും? ഇവിടെ ആനക്കാര്യത്തിൻ്റെ ഇടയിൽ അവൻ്റെ ചേനക്കാര്യം. ഒരു ഐഡിയ പറ. ഓക്കേ, ഫ്രണ്ട് ആയതുകൊണ്ട് പറഞ്ഞുതരാം. നമ്മൾ നേരെ അവിടെ ചെല്ലുന്നു. നേരെ ചെല്ലുന്നു. ഇടയിൽ കയറി സംസാരിക്കരുത്, ആ ഫ്ലോ അങ്ങ് പോവും. സോറിയടാ, നീ പറ. നമ്മൾ നേരെ ചെല്ലുമ്പോൾ അവിടെ അവൾ ഇരിപ്പുണ്ടാവും. അവിടെ നിന്ന് അവളുടെ കൈ പിടിച്ച് നീ മാസായിട്ട് ആ കാർപ്പറ്റിൽ കൂടി നടന്നു വരുന്നു. എങ്ങനെയുണ്ട്? നീ എന്നെ ഫിത്തി കയറ്റാനുള്ള പ്ലാനാണല്ലേ? അവിടെ കുഴിയിലോട്ട് കാല് നീട്ടി കിടക്കുന്ന അപ്പാപ്പന്മാരുടെ കയ്യിൽ തൊട്ട് ഓടി നടക്കുന്ന കുട്ടിത്തേവാങ്ങിന്റെ കയ്യിൽ വരെയുണ്ട് ഇത്രയും നീളത്തിലുള്ള തോക്ക്. അതെടുത്ത് വെച്ച് 2 വെടി, ഒന്ന് എന്റെ നെഞ്ചത്തും ഒന്ന് നിന്റെ നെഞ്ചത്തും. എന്റെ നെഞ്ചത്ത് എന്തിനാടാ ആ വെടി വെക്കണേ? പിന്നെ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോവാനാ? നിന്നെ കൊണ്ടേ ഞാൻ പോവും. മരിച്ചാലും ജീവിച്ചാലും നമ്മളൊന്നിച്ച്. അതുകൊണ്ട് ഞാൻ നിന്നെയും കൊണ്ടേ പോവും. തെണ്ടി. അങ്ങനെയാണെങ്കിൽ നീ എവിടെ ചെന്ന് വിളിച്ചു ഈ കാര്യം പറ. ഇതൊന്നും ശരിയാവില്ല, വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഓക്കേ, എനിക്ക് നോ പ്രോബ്ലം. അല്ല, ഇപ്പം നിനക്ക് ചാവണ്ടല്ലോ. വേണ്ട, സാറയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ഓഹോ, എന്നാ ശരി എന്നും പറഞ്ഞ് പിടിച്ച് തള്ളുവാണ് ആ മലയുടെ മുകളിൽ നിന്ന്. ജിമിൻ അങ്ങനെ മലയ്ക്ക് താഴേക്ക് പോകുന്നുണ്ട്. അയ്യോ, ഞാൻ ചത്തേ, തല പൊട്ടിച്ചെറിയാ. ഡേ കയറി വാടാ. അപ്പം ഞാൻ ചത്തില്ലേ? ഇല്ല, ജീവൻ പോയില്ല. നോക്കുമ്പോൾ ജിമിൻഷി വീണ് കിടക്കുന്നത് ഒരു പുൽമെത്തയിലാണ്. ഒരു ചെറിയ പോറൽ പോലും ദേഹത്ത് പറ്റിയിട്ടില്ല. നീ ഇപ്പം ചാടും എന്ന് പറഞ്ഞ സ്ഥലമായത്. ഇവിടെ നിന്ന് ചാടിയ ഒരു പോറൽ പോലും പറ്റൂല. അതായത് അത്രയും വലിയ മലയിൽ ഒരു ചെറിയ ഇടുക്ക് പോലുള്ള സ്ഥലമാണത്. ഒരു 5 പേർക്ക് ഇരിക്കാനും കിടക്കാനും മാത്രമൊക്കെ ഉള്ള സ്ഥലം അവിടെ ഉണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാലും ആർക്കും ഒന്നും പറ്റില്ല. മോളിൽ നിന്ന് ഇവിടെ ചാടുമ്പം തന്നെ അവരുടെ പകുതി ജീവൻ പോവും. പിന്നെ ആർക്കും ആത്മഹത്യ ചെയ്യണമെന്നുള്ള ആഗ്രഹം വരാറില്ല. സോ ബാക്ക് ടു സ്റ്റോറി. അപ്പോൾ ജിമിൻഷി നിന്ന് പഴംപുരാണം അടിച്ചോണ്ടിരിക്കാതെ എന്നെ വന്ന് പിടിച്ചു കയറ്റടാ. പിടിച്ചൊക്കെ കയറ്റാം, പക്ഷെ ഫ്രിഡ്ജിലിരിക്കുന്ന ആ കേക്ക് പീസ് എനിക്ക് സ്വന്തം. സമ്മതിച്ചാ? ഊള. ശരി പിടിച്ചു കയറ്റടാ. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഒരു ഡാർക്ക് റൂമാണ് കാണിക്കുന്നത്. അവിടെ ഫുൾ ഇരുട്ടാണ്. അതിന് സെൻറ്ററിലായിട്ടൊരു ടേബിൾ. ആ ടേബിളിൽ മാത്രം ലൈറ്റ് കിട്ടുന്ന രീതിക്ക് ഒരു ബൾബ്. ആ ടേബിളിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് 2 മുഖങ്ങൾ ആ ടേബിളിൻ്റെ നടുക്കായി വരുവാണ്. അത് വേറെ ആരുമല്ല, ജെകെയും ടേയോ ആണ്. അപ്പോൾ ടേ, നമ്മളിവിടെ വന്നത് എന്തിനാണെന്നറിയോ? ഇല്ല, എന്തിനാട്ടാ? നാളെ നമ്മൾ കയറാൻ പോകുന്ന സ്ഥലത്തിൻ്റെ റൂട്ട് മാപ്പ് കാണിച്ചു തരാനാ. നാളെ കയറാനാ? നിനക്കിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂലല്ലേ. നാളെ നമ്മൾ കക്കാൻ പോവാ. കക്കാനാ? അതിനിവിടെ വാഷ് ബേസിനല്ലേ? ഛർദിക്കാൻ വരുമ്പോ അവിടെ പോയി കക്കിയാ പോരെ? അയ്യോ എടാ, നമ്മൾ നാളെ ഒരു വീട്ടില് മോഷണത്തിന് പോവാ. മോഷണോ? അതെന്താ? എടാ മോനെ, നമ്മൾ അടിച്ചു മാറ്റാൻ പോവാ. ഇപ്പൊ പിടികിട്ടി. ഇങ്ങനെ മലയാളത്തിൽ പറയണ്ടേട്ടാ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഹിന്ദി ആയിരുന്നു. ശരി, നമുക്ക് നേരെ മാപ്പ് നോക്കാം. ഇവർ 2 പേരും ബ്രദേഴ്സാണ്, ഒരമ്മ പെറ്റ മക്കളാണ്. ആൻഡ് ഇവർ 2 കള്ളന്മാർ കൂടിയാണ്. ബാക്ക് ടു സ്റ്റോറി. എന്നിട്ട് നേരെ ടേബിളിൽ വിരിച്ചു വെച്ചേക്കുന്ന മാപ്പിലേക്ക് നോക്കുകയാണ്. എന്തുവാടാ ഇത്? മാപ്പ്? കോപ്പ്. ഇത് ഞാൻ ഇന്നലെ ചിക്കൻ ഫ്രൈ വാങ്ങിച്ചോണ്ട് വന്ന പേപ്പറല്ലേ? മാപ്പ് എവിടെടാ? അയ്യോ, അപ്പം ആ പേപ്പറിലായിരിക്കും ഞാൻ റോക്കറ്റ് വിട്ടത്. റോക്കറ്റ് വിടാൻ നീ ആരടാ? നാസയിലെ ഗവേഷകനാ? അല്ല, ഇതിൽ വെച്ചിരുന്ന ബാക്കി ചിക്കൻ ഫ്രൈ എവിടെ പോയി? അത് ഞാൻ വിശന്നപ്പോൾ കഴിച്ചു. നിനക്ക് ഓൾറെഡി ഞാൻ ഒരെണ്ണം തന്നില്ലേ? അത് ഞാൻ ഇന്നലെ കഴിച്ചു. അയ്യോ, അപ്പം ഞാൻ ഇന്നും പട്ടിണിയാ. എനിവേ, കൂൾ. ഓക്കെ, നീ ഒരു കാര്യം ചെയ്. പോയി ആ പേപ്പർ പറത്തി വിട്ടെടുത്തുനിന്ന് മര്യാദയ്ക്ക് എടുത്തിട്ട് വന്നു. ആ
അപ്പോൾ ജെ കെയും ആ മാപ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. ടൈം സ്കിപ്പായി. ജെ കെയും ഒരു പേപ്പറോടെ ആ ടേബിളിൽ വരുവാണ്. ഓക്കെ, ലെറ്റ്സ് പ്ലാൻ. ഓ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ, പുവർ ബോയ്. നമുക്ക് പ്ലാൻ ചെയ്യാം. ബാ. ഇവിടുന്ന് നമ്മളിങ്ങനെ കറങ്ങി വേണം പോവാൻ, ഇല്ലെങ്കിൽ ആ വീട്ടുകാരുടെ മുമ്പിൽ ചെന്നിരിക്കും. അവന്മാർ നമ്മളെ പോത്തിരെ എടുത്തിട്ട് മേയും. അതുകൊണ്ട് നമ്മുടെ ഓരോ അടിയും സൂക്ഷിച്ചു വേണം. ഓക്കേട്ടാ. ഇനി എന്തേലും കാരണവശാൽ അവിടെ പരിസരത്ത് ആരെയെങ്കിലും കാണുവാണെങ്കിൽ ഉടനെ ഈ മരത്തിന്റെ ചോട്ടിൽ വന്ന് ഒളിച്ചിരുന്നോണം. ഓക്കേട്ടാ. പിന്നെ ദിദ് വഴിയാണ്. എവിടെ മൂത്രമൊഴിക്കാൻ പോണതാ? അല്ലടാ, ഓടി രക്ഷപ്പെടാനുള്ളത്. അല്ല ഏട്ടാ, ഈ മരം അവിടെ ഉണ്ടേട്ടാ. ഒരു വീടാകുമ്പോൾ അവിടെ ഫ്രണ്ടിലും മരം ഉണ്ടാവും. എൻ്റെ ഒരു ഊള ചോദ്യം. നീ വേറെ എന്തെങ്കിലും ചോദിക്കടാ. അല്ല ഏട്ടാ, ഇതെന്താ 2 നായൊക്കെ? ഓ മണ്ട, അത് നായല്ല, പക്ഷികളാണ്. നീ എൻ്റെ കലാഹൃദയത്തെ ചോദ്യം ചെയ്യരുത് കേട്ടല്ല. രാത്രി പറക്കുന്ന പക്ഷികളൊക്കെ ഉണ്ടാ? പിന്നെ രാത്രി പക്ഷികളുണ്ട്. വവ്വാലില്ലേ, മൂങ്ങയില്ലേ? അതിന് വവ്വാല് പക്ഷിയല്ലല്ലോ ഏട്ടാ. പറക്കുന്ന മസ്തിനിയോ കസ്തിനിയോ സസ്തി അങ്ങനെ എന്തോ ആണ്. എനിക്ക് ശശികല ടീച്ചർ പഠിപ്പിച്ചു തന്നതാ. ഇവൻ്റെ അടുത്ത് കുറച്ച് കെയർഫുള്ളായിരിക്കണം. അത് നിന്റെ ഏട്ടനെ തെറ്റില്ലടാ. എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ആ സുശീല ടീച്ചർ വവ്വാലിനെ പക്ഷി എന്ന് എനിക്ക് പറഞ്ഞു തന്നു പറ്റിച്ചു. ബുദ്ധിമാനായ എനിക്ക് അത് സത്യത ആണെന്ന് അറിയാമായിരുന്നു. പക്ഷെ എനിക്ക് ടീച്ചറിനോട് ബഹുമാനം ഉള്ളതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം തെറ്റിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അയ്യോ, എൻ്റെ പാവേട്ടൻ. സംഭവമേറ്റു. സാരമില്ലടാ ചേക്ക്, ഇനി അതെല്ലാം ആലോചിച്ച് പോയാൽ ഞാൻ പെട്ടുപോകും. അല്ല എനിക്ക് സങ്കടം വരുമെന്ന്. അയ്യോ, ഇനി എത്ര നേരം ഞാനിങ്ങനെ നിൽക്കേണ്ടി വരുമെന്ന് അറിഞ്ഞൂടെ. വിശ്വസിക്കടാ ചെറുക്കാ. കരയണ്ട ഏട്ടാ, ഞാൻ ഏട്ടന് എൻ്റെ ഐസ്ക്രീം തരാമേ. ശരിക്കും എടുത്തോ. എന്നെ പോലെ ഒരു അനിയനെ കിട്ടിയതാണ്ട എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അയ്യോ, മണ്ടനെ പറ്റിച്ച് ഐസ്ക്രീമും കിട്ടി, കക്കാനും പോണേ ഐലേസ. ഇത്തവണത്തെ മോഷണെങ്കിലും സക്സസ് ആയാൽ മതിയായിരുന്നു. അതിനാണല്ലോ ഈ മാസ്റ്റർ പ്ലാൻ. ഈ പ്ലാൻ ഓർത്തു വെച്ചോ, ആവശ്യം വരും. അപ്പോൾ ഈ ഡെവിൾ മാർക്ക് എന്താ ഏട്ടാ? അപ്പം നിനക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം. പറ, ഇതെന്താ? നമ്മൾ ഹെൽപ്പ് ചോദിക്കാനുള്ള സ്ഥലമാണോ? ഞാൻ ചത്ത് വീണാൽ പോലും നീ അവിടെ പോയി സഹായം ചോദിക്കാനേ പാടില്ല, മനസ്സിലായോ? അതെന്താ ഏട്ടാ? എടാ പൊട്ട, അത് പോലീസ് സ്റ്റേഷനാ. അവിടെ എങ്ങാനും പോയാ പിന്നെ നമുക്ക് കമ്പി എണ്ണും ജീവിക്കാം. അതെങ്ങനെ ഏട്ടാ കമ്പി എണ്ണണേ? കാണിച്ചു തരാം എന്നും പറഞ്ഞ് ജെയ്ക്ക് അടുത്ത് വിളിച്ച് കഴുത്ത് ഞെരുക്കി പിടിച്ച് കുലുക്കുവാണ്. കുറച്ചു നേരം അങ്ങനെ കുലുക്കിയിട്ട് ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായേട്ടാ. ഇങ്ങനെയല്ലേ എന്നും പറഞ്ഞ് വീടെ കഴുത്ത് ഞെരുക്കി കുലുക്കുവാണ് ജെയ്ക്ക്. കണ്ടോ, ഏട്ടൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി. പ്ലാനൊക്കെ പിന്നീടെയാ. നീ പോയി മാഷാൻ്റെ വേറെ കണ്ടോ? ഇപ്പം ഞാൻ ഇക്കറി മുള്ളി പോയേനെ. എന്നാ പിടുത്തമായിട്ട് എൻ്റെ പിടിച്ചേ. എൻ്റെ സൗണ്ട് ഇതെവിടെ പോയോ? എടാ ചേക്കേ, എവിടെയാടാ ഐസ്ക്രീം? അവിടെ നിന്ന് കെട്ടിയത് ഇപ്പോൾ കാണിക്കുന്നത് ആ വലിയ മാൻഷനാണ്. അവിടെ ആറമ്മിനെ അവൻ്റെ അമ്മയിട്ട് ഓട്ടിക്കുവാണ്. നീ എന്തിനാണ് അത് ചെയ്തത്? ഞാനത് ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുവാണ്. നീ എന്തിനാണ് ഇത് ചെയ്തത് മുത്തശ്ശ? അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ കാണിക്കുന്നത് മറ്റൊരു ഹൊറിബിൾ പ്ലേസ് ആണ്. അവിടെ ഒരുപാട് ടൂൾസ് ഇരിപ്പുണ്ട്. കത്തി, കയറ്, പോയിസൺ, ഹാമർ, തോക്ക്, അങ്ങനെ ഒരുപാട് ഡേഞ്ചറസ് വെപ്പൺസ് അവിടെ ടേബിളിൽ ഇരിപ്പുണ്ട്. അവിടെ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് പോരാത്തതിന് അവിടെ സൈഡിൽ ഒരാളെ മൃഗീയമായി കൊന്നു തൂക്കിയിട്ടേക്കുവാണ്. ആ ബോഡിയിൽ ഒരുപാട് മുറിവുകളുണ്ട്. ഒരാൾ രക്തം പുരണ്ട കൈയുമായി ആ റൂമിൽ നിന്നും പുറത്തേക്ക് വരുവാണ്. അയാളുടെ കയ്യിലെ കത്തിയിൽ നിന്നും ഡ്രോപ്പായിട്ട് ബ്ലഡ് ഫ്ലോറിൽ വീഴുവാണ്. ടു ബി കണ്ടിന്യൂഡ്. അടുത്ത നല്ലൊരു FF വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു സോ മച്ച്. സരണ്യ ബുക്ക് ഷിപ്പോ.